രേവതിക്ക് കിട്ടിയ വലിയ ഓർഡർ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന ശ്രുതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. തുടർന്ന് സച്ചിയും രേവതിയും നല്ല രീതിയിൽ പണമുണ്ടാക്കുന്ന കാര്യം പറഞ്ഞ് ശ്രുതിയും അസൂയപ്പെടുന്നു. പിന്നീട് ശ്രുതിയുടെ അടുത്തെത്തുന്ന മീര സീരിയൽ ഡയറക്ടറോട് രേവതി ബീരാനിക്കയെ പറ്റി തിരക്കിയിരുന്നുവെന്നും അവൾക്കിപ്പോഴും ബീരാനിക്കയുടെ കാര്യത്തിൽ നല്ല സംശയമുണ്ടെന്നും രേവതി സൂത്രശാലിയാണെന്നും അവൾ താമസിക്കാതെ ബീരാനിക്കയെ കൈയോടെ പിടിക്കുമെന്നും പറയുന്നതോടെ ശ്രുതിക്കാകെ ടെൻഷനാവുകയും രേവതി കാരണം എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും പറയുന്നു. ശേഷം എനിക്ക് കിട്ടിയ ഈ ജീവിതം നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ലെന്നും രേവതിയെ വീട്ടിലിരുത്താനുള്ള വഴി എനിക്കറിയാമെന്നും ശ്രുതി മീരയോട് പറയുന്നു. പിന്നീട് ആന്റണി പ്രതീഷ് എന്ന ആളുടെ വീട്ടിലെത്തുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നു. തുടർന്ന് പ്രതീഷിന്റെ വൈഫ് പ്രതീഷിനെ വിളിച്ചു വരുത്തുന്നു. ഇതേസമയം പ്രതീഷ് സച്ചിയുടെ കാറിൽ വീട്ടിലെത്തുകയും അവിടെ വെച്ച് സച്ചിയുടെ കാർ കംപ്ലൈന്റ് ആവുകയും ചെയ്യുന്നു. ശേഷം കാറ് ശരിയാക്കി തിരികെ പോകാൻ ഒരുങ്ങുന്ന സച്ചി പ്രതീഷിന്റെ ബാഗ് കാറിലിരിക്കുന്നത് കണ്ട് തിരികെ കൊടുക്കാൻ ചെല്ലുമ്പോൾ ആന്റണി പ്രതീഷിന്റെ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് കാണുന്നു. തുടർന്ന് സച്ചി ആന്റണിക്ക് കണക്കിന് കൊടുക്കുകയും ആന്റണിയുടെ കൂട്ടാളിയെ തല്ലുകയും ചെയ്യുന്നു. തുടർന്ന് ആന്റണിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയതിന് സച്ചി പ്രതീഷിനെ കുറ്റപ്പെടുത്തുകയും പോലീസിനെ വിളിക്കാനും ഈ വീട്ടിൽ വന്ന് മോശമായി പെരുമാറിയതിന്റെ തെളിവുകൾ ഞാൻ വീഡിയോയെ എടുത്തു വെച്ചിട്ടുണ്ടെന്നും പറയുന്നു. തുടർന്ന് പ്രതീഷ് പോലീസിനെ വിളിക്കാനൊരുങ്ങുമ്പോൾ പേടിച്ചു പോകുന്ന ആന്റണി അടുത്ത മാസം എനിക്ക് 3 ലക്ഷം രൂപ തരണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകാനൊരുങ്ങുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.